ഹലോ ഫ്രണ്ട്സ്, ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിലൊക്കെ ചെമ്പരത്തി പൂവ് ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ ഈ ചെമ്പരത്തി പൂവ് ഉണ്ടായാൽ ഒന്നെങ്കിൽ എണ്ണ കാച്ചാൻ ഉപയോഗിക്കും, അല്ലെ താളിയായിട്ട്, അല്ലെ ജ്യൂസോ അല്ലെങ്കിൽ ചായ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ക്വാഷ് ഉണ്ടാക്കുക. ഇതുപോലെയൊക്കെയാണ് നമ്മൾ ചെമ്പരത്തി പൂ വെച്ചിട്ട് ചെയ്യാറുള്ളത് അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് അതൊന്നും അല്ല ഉണ്ടാക്കുന്നത്, ഒരു പ്രത്യേക ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഇതുവരെ ആരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് കേട്ടോ. മാത്രമല്ല നല്ല ഗുണമുള്ള ഒന്നുമാണല്ലോ ചെമ്പരത്തിപ്പൂവ്. അപ്പോൾ ഇതിൻ്റെ ഞെട്ടിയൊക്കെ നമുക്ക് കളയണം. അതിന് മുന്നേ നമുക്കൊന്ന് കഴുകിയെടുക്കണം കേട്ടോ നല്ലപോലെ. ഇതിന് ചുവന്ന ചെമ്പരത്തിപ്പൂവാണ് നല്ലത്. ഇത് 10-50 ചെമ്പരത്തിപ്പൂവ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെമ്പരത്തിപ്പൂ ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂ ഇഷ്ടം പോലെ നമുക്ക് കിട്ടുമല്ലോ. നാടൻ ചെമ്പരത്തിയാണ് ഏറ്റവും നല്ലത്. പിന്നെ ആ റെഡ് കളറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെമ്പരത്തിപ്പൂവൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ചീവി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ പക്ഷേ ഇത് ചീവി എടുക്കാറില്ല, അതിങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. നമുക്കിനി ഉണ്ടാക്കാൻ നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിന് വെളിച്ചെണ്ണയാണ് വേണ്ടത്. ഇതൊരു നാടൻ വിഭവമാണ് കേട്ടോ. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ പച്ചമുളക് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിന് ഒട്ടും എരിവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ 4 എണ്ണം എടുത്തത്. ഇത് ഞാൻ ഈ പച്ചമുളക് കറി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പച്ചമുളകാണ്. ഞാനിവിടെ നട്ട് വളർത്തുന്നതാണ് കേട്ടോ. ഇതിനൊട്ടും എരിവില്ലാത്തതാണ്. നല്ല എരിവുള്ളതാണെങ്കിൽ ഒരു 2 എണ്ണം എടുത്താൽ മതി. ഒന്ന് വഴറ്റിയെടുക്കുക നല്ലപോലെ. ഇനി സവോള ചേർത്ത് കൊടുക്കണം. സവോള ഒരു മീഡിയം സൈസാണ്, അതുകൊണ്ട് ഞാൻ 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സവോള ഇതുപോലെയാണ് അരിയേണ്ടത്. നമ്മൾ ചെറുതായിട്ട് അരിയണ്ട, ഇതുപോലെയാണ് അരിയാറുള്ളത്. ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇതാണ് നമുക്ക് ആ കടിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റും ഇതാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പച്ചവാസന പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. പെട്ടെന്ന് ഇത് വാടിക്കിട്ടുമല്ലോ. ഇനി നമുക്കിതിലേക്ക് ചെമ്പരത്തിപ്പൂ ചേർത്ത് കൊടുക്കണം. ചെമ്പരത്തിപ്പൂ ഞാൻ ഇങ്ങനെ ചീവി എടുക്കാറില്ല, ഇതുപോലെ തന്നെയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ഓരോ രതകൾ എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിൻ്റെ അന്ന് ആവശ്യമില്ല, പെട്ടെന്ന് ഇത് വാടി കിട്ടുമല്ലോ. അപ്പോൾ നല്ല പോലെ ഒന്ന് ചുങ്ങും, കാരണം ചെമ്പരത്തിപ്പൂവാണല്ലോ. ഇത് 10-50 എണ്ണം എടുത്താൽ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോഴത്തേനും ഒന്നും ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ, പെട്ടെന്ന് 1 മിനിറ്റ് പോലും നമുക്ക് വേണ്ട ഇത് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിതൊരു 50 ചെമ്പരത്തിപ്പൂവിന് മുകളിൽ ഇതിൽ ഇട്ടിട്ടുണ്ടാവും, കണ്ടില്ലേ. അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് വാടിയപ്പോൾ തന്നെ ഒന്നുമില്ല. 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് വാടി ഇതുപോലെ ആവും. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ തുരുവേത് ചേർത്ത് കൊടുക്കാം. തേങ്ങ തുരുവേത് ചേർത്ത് നമുക്കത് 1 മിനിറ്റ് നല്ല പോലെ ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കണം. ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പൊക്കെ നോക്കാം, ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് ശേഷം ഗരം മസാല ചേർത്ത് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി അടച്ച് വെച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ചെമ്പരത്തിപ്പൂവ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കാത്ത ഈ തോരൻ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ടോ. വളരെ ടേസ്റ്റുള്ള ഒരു തോരനാണിത്.